ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് എഡ്ജിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മോട്ടോയുടെ G85 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഫോൺ ഇൻ ദി സെഗ്മെന്റ് എന്ന് പറയാം. 17,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ, 20,000 അണ്ടറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഫോണാണ്. അതും 17,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. കാരണം ഇത്രയും കില്ലർ ആയിട്ടുള്ള ഫോൺ, നല്ല വീഗൻ ലെതർ വരുന്ന ബാക്ക്, കെർബിൾ ഡിസ്പ്ലേ, ബെസൽലെസ് വളരെ കുറഞ്ഞ നല്ല ഡിസ്പ്ലേ വരുന്ന ഫോൺ. കാരണം ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പി ആമോലി ഡിസ്പ്ലേ, DCI P3 കളർ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ട്. പാൻഡോം വല്ലറ്റ് അല്ല, പക്ഷെ DCI P3 കളർ ഗ്രേഡിംഗ് ഉണ്ട്. അടിപൊളി ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ HD പ്ലസിന്റെ 120 ഹെഡ്സിന്റെ അടിപൊളി ഡിസ്പ്ലേ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. എന്ന് വേണ്ട ഫെന്റാസ്റ്റിക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 10 ബിറ്റിന്റെ കളർ ഗ്രേഡിംഗ് ഈസ് പ്രെറ്റി ഗുഡ്. എല്ലാം കൊണ്ടും ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. ഫുൾ എച്ച് ഡി റെക്കോർഡിങ്ങേ വരുന്നുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ക്യാമറ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ്ങേ വരുന്നുള്ളൂ. ഫോട്ടോഗ്രാഫി സ്പ്രെഡി ഗുഡ്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് സ്പ്രെഡി ഗുഡ് ക്യാമറ. ഫ്രണ്ടിൽ നിന്ന് 32 മെഗാ പിക്സൽ, അവിടെയും ഫുൾ എച്ച് ഡി റെക്കോർഡിങ്ങേ വരുന്നുള്ളൂ. 4K ഒന്നുമില്ല. ഫുൾ എച്ച് ഡി റെക്കോർഡിംഗ് സ്പ്രെഡി ഗുഡ്. ഫോട്ടോ ആയാലും 32 മെഗാ പിക്സൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്യാമറ. പിന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് USB 2.2 വരുന്നുള്ളൂ. UFS 2.2 വരുന്നുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് സ്പ്രെഡി ഗുഡ് ആയിട്ട് തോന്നുന്നു. DDR 4X RAM വരുന്നുണ്ട്. 8GB 256GB 17,000 രൂപ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോൺ. കാരണം ഒരു 33 വാട്ടിന്റെ ചാർജർ, ഒരു 5000 mAh ബാറ്ററി, ഇത്രയൊക്കെ വരുന്നുണ്ട്. അടിപൊളി ഒരു സ്പെക്സ് ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് പറയാൻ സാധിക്കും. എല്ലാം കൊണ്ടും പ്രെറ്റി ഗുഡ് ഫോൺ. കാരണം ഒരു 5000 രൂപയ്ക്ക് പ്രെറ്റി ഗുഡ്. 5000 mAh എന്ന് പറഞ്ഞാൽ നല്ല ഇനഫ് ആയിട്ടുള്ള mAh ബാറ്ററിയാണ് വരുന്നത്. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 695ന്റെ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം 5G പ്രോസസ്സറാണ്. 695 5G പ്രോസസ്സറാണ് വരുന്നത്. ബാലൻസ്ഡ് പെർഫോമൻസ് വരുന്ന ഒരു പ്രോസസ്സറാണ്. അടിപൊളി പെർഫോമൻസ്, നല്ല ലാഗ് ഒന്നുമില്ല. ഹലോ OS ആണ് വരുന്നത്. അത്യാവശ്യം നല്ല OS വരുന്ന നല്ലൊരു പ്രോസസ്സറാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല പ്രോസസ്സർ, നല്ല കളേഴ്സ്. ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ കളേഴ്സ് പോലും അതിന്റെ ഒരു കളർ വരുന്നുണ്ട്. ഒരു ഫോണിന്റെ ഒരു കളർ അങ്ങനെ വരുന്നത്. അത്യാവശ്യം നല്ല കളേഴ്സ്. എന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ, 20,000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഫോണാണ്. റെഡ്മിയുടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും ബെസ്റ്റ് ഫോൺസ്. കാരണം ക്യാമറ വൈസ് ചെയ്തും ഡിസ്പ്ലേ ഇത്രയും പെർഫെക്റ്റ് ആവുന്ന ഡിസ്പ്ലേ വൈസ് ചെയ്ത് കെർവ് ഡിസ്പ്ലേ ഇൻ ദി പ്രൈസ് റേഞ്ച് എന്ന് പറയാം. അതും ബെസൽലെസ് വളരെ കുറഞ്ഞ ഡിസ്പ്ലേ, 10 ബിറ്റ് AMOLED ഡിസ്പ്ലേ വിത്ത് ഫുൾ HD റെസൊല്യൂഷൻ, DCI P3 കളർ ഗ്രേഡിംഗ് എല്ലാം വരുന്നൊരു ഡിസ്പ്ലേ. ഫുൾ പാക്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ പെർഫോമൻസ് ബാലൻസ്ഡ് ആണ്. നല്ലൊരു ഹലോ OS, ആർട്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു OS കൊടുത്തേക്കുന്നു. 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 years ഓഫ് സെക്യൂരിറ്റി പാർട്ട് അപ്ഡേറ്റ് വരുന്നു. ഒരു ഫെന്റാസ്റ്റിക് 33 വാട്ടിന്റെ ചാർജർ ഉണ്ട്. എന്നുകൊണ്ട് നല്ലൊരു ഫോൺ. കാരണം നമുക്ക് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ഫോണായിട്ട് നമുക്ക് തോന്നും. കാരണം ബഡ്ജറ്റ് ഫോൺ ആണെങ്കിൽ പോലും 17 രൂപയ്ക്ക് ഫെന്റാസ്റ്റിക് ഫോൺ എന്ന് പറയാം. മോട്ടോ നല്ലൊരു പ്രൈസ് ഇടാൻ ഇതിന് സാധിച്ചു. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾ മസ്റ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. Instagram ID ഒന്ന് ഫോളോ ചെയ്യുക. ശരത് ടെക് ഗഡ്ജറ്റ് എന്ന് പറഞ്ഞ Instagram ID ഒന്ന് ഫോളോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ.